ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ഏറ്റവും തീവ്രമായ രൂപത്തെ കുറിക്കാൻ ഇംഗ്ലീഷിൽ ഒരു പദം ഉപയോഗിക്കാറുണ്ട്, എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. ഈ പദത്തിന് കുരിശുമായി ഒരു പശ്ചാത്തല ബന്ധമുണ്ട്. എക്സ് ക്രൂച്ചിയാത്തോസ്, കുരിശിൽ നിന്ന് ഒരുവൻ അനുഭവിക്കുന്ന വേദന എന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന പ്രയോഗം ഇംഗ്ലീഷിലുണ്ടായത്. കുരിശ് കണ്ടുപിടിച്ചത് ഫിനീഷ്യൻസാണ്. പക്ഷെ അതിനെ നാം ഇന്ന് കാണുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് റോമാക്കാരാണ്. തങ്ങളുടെ ഭരണത്തിനെതിരെ, സംവിധാനങ്ങൾക്കെതിരെ പടപൊരുതുന്നവരെ കുരിശിൽ തറച്ചു കൊന്നത്. ശത്രുക്കളെ മുഴുവൻ ഭീതിയിൽ ആഴ്ത്താൻ വേണ്ടിയാണ് അവർ കുരിശിനെ ഉപയോഗിച്ചിരുന്നത്. കുരിശിൽ തറയ്ക്കപ്പെടുന്നവനെ പരിപൂർണ നഗ്നനാക്കി ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് കുരിശിൽ തറച്ച് പട്ടണത്തിന് പുറത്ത് ഏറ്റവും ഉയർന്ന ഒരു മലയിൽ പ്രതിഷ്ഠിക്കുക പതിവായിരുന്നു. മരണശേഷം അവരുടെ ശരീരങ്ങളെ ആകാശപ്പറവുകൾക്കും മറ്റ് ജീവികൾക്കുമായി വിട്ടുകൊടുത്തു. ഇപ്രകാരം അതിനിന്ദ്യവും ക്രൂരവും വേദനാജനകവുമായ ഒരു മരണം ക്രിസ്തു ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ഓർമ്മയാണ് ഈ ദിനത്തെ ദുഃഖവെള്ളിയാക്കി മാറ്റുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അവനെ കാണുന്നുണ്ട്. ആകർഷകമായി ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. വേദനകളുടെ മനുഷ്യൻ, സങ്കടങ്ങൾ നിറഞ്ഞവൻ, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ആകർഷകമായ മുഖമോ ഗാംഭീര്യമോ അവനുണ്ടായിരുന്നില്ല. മനുഷ്യരാൽ നിന്ദിതൻ, പരിത്യക്തൻ. അവൻ ചുമന്നത് നമ്മുടെ വേദനകളായിരുന്നു. നമുക്ക് വേണ്ടിയാണ് അവൻ സഹിച്ചത്. യേശയ്യ അവന്റെ സഹനങ്ങളെക്കുറിച്ച് വാചാലനാവുന്നത് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ നിന്ദ്യമായ ക്രൂരമായ ഒരു മരണത്തിലേക്ക് ഈശോ നടന്നത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ഓർമ്മകളാണ് ഈ ദിനത്തെ ദുഃഖവെള്ളി എന്ന് വിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അതേസമയം പീലാത്തോസിനോട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ചത് ഈ ദിനത്തിന് വേണ്ടിയാണ്, ഞാൻ വന്നത് ഇതിനു വേണ്ടിയാണ്. കുരിശിലെ പീഡകൾ അവനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നായിരുന്നില്ല. ഒരു വർണ്ണമാല്യം പോലെ അവൻ സ്വീകരിച്ച ഒന്നായിരുന്നു. അവൻ 33 വർഷം ഒരുങ്ങിയത് ഈ കുരിശിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകും. ജോർദാനിൽ സ്നാപകനിൽ നിന്ന് അവൻ സ്വീകരിച്ച സ്നാനം ഈ കുരിശിലർപ്പിക്കാനുള്ള ബലിയിലായിരുന്നു പൂർത്തിയാവേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകും. അപ്പോൾ ജീവിതകാലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു മഹാവ്രതത്തെ, ഒരു ദൗത്യത്തെ ഈശോ പൂർത്തീകരിച്ച ദിനമെന്നുള്ള നിലയിൽ ഈ ദിനം സന്തോഷവെള്ളിയാണ്. ഇത് ഗുഡ് ഫ്രൈഡേയാണ്. ഈ ദിനം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നിങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദുഃഖവെള്ളിയും നമ്മെ ക്ഷണിക്കുന്നത് അവൻ്റെ കുരിശിലേക്ക് നോക്കാനായിട്ടാണ്. കാരണം അവനെ പോലെ സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. ആ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് നാം വഹിച്ചുകൊണ്ട് പോകുന്ന കുരിശുകളിലേക്ക് നോക്കാനായിട്ടാണ്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ആഗ്നേയ സർപ്പങ്ങളുടെ കടിയേറ്റ് ഇസ്രായേൽ മക്കൾ ഓരോരുത്തരായി പിടഞ്ഞു വീഴുമ്പോൾ ദൈവസന്നിധിയിൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന മറുപടി, നിങ്ങളെ ഉപദ്രവിക്കുന്ന സർപ്പങ്ങളുടെ മാതൃക പിച്ചളയിൽ തീർത്ത് അതിനെ ഉയർത്തി നിർത്തി അതിലേക്ക് നോക്കാനാണ്. അവർക്ക് മരണവും അസ്വസ്ഥതയും സഹനങ്ങളും നൽകുന്ന വസ്തുവിലേക്ക് നോക്കുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ അതുവഴിയുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതാവുന്നു, അവർ ജീവൻ നേടുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിലേക്ക് നോക്കാനുള്ള ക്ഷണമാണ് ഓരോ ദുഃഖവെള്ളി. പ്രശസ്ത വചനപ്രഘോഷകനായ ബിഷപ്പ് റോബർട്ട് ബാരൻ പറയുന്നുണ്ട്, ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് നാം കുരിശുകളെ അലങ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വി ഹാവ് ഡൊമസ്റ്റിക്കേറ്റഡ് ദ ക്രോസ്. കുരിശിനെ നമ്മുടെ ഒരു ഗാർഹിക വസ്തുവാക്കി മാറ്റുന്നതിൽ, അനുദിനം കൈകാര്യം ചെയ്യുന്ന ഒരു വസ്തുവാക്കി മാറ്റുന്നതിൽ, അലങ്കാരമാക്കി മാറ്റുന്നതിൽ നമ്മളിപ്പോൾ ഒത്തിരിയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. എവിടെയും കുരിശുകളാണ്. കുരിശുകളില്ലാത്ത ഒരിടം പോലും നമ്മുടെ ജീവിതങ്ങളിലില്ല. പക്ഷെ അതെല്ലാം ഒരു അലങ്കാരങ്ങളായി, അടയാളങ്ങളായിട്ട് മാത്രം നിലകൊള്ളുന്നു. തോമസ് അക്വിനാസ് തന്റെ ക്രിസ്ത്യാനികരണത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, കർത്താവെ, നിന്റെ അത്ഭുതങ്ങളിൽ അഭിരമിക്കുന്നവർ ധാരാളം, പക്ഷെ നിന്റെ കുരിശു ചുമക്കുന്നവർ വിരളം. കുരിശുകളെ ചിന്തയിലിട്ട് മിനുക്കാനും കുരിശുകളിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന് അകലം പാലിക്കാനും നാം ശ്രമിക്കുമ്പോഴാണ് ഈ ദുഃഖവെള്ളി കുരിശിലേക്ക് നോക്കാൻ, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ സഹനങ്ങളിലേക്കും വേദനകളിലേക്കും ശ്രദ്ധാപൂർവ്വം നോക്കാനായി
നമ്മളെ ക്ഷണിക്കുന്നത്. കുരിശിലേക്ക് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം എന്താണ് കാണുന്നത്? കുരിശിലേക്ക് നോക്കുമ്പോൾ നാം ഒന്നാമതായി കാണുന്നത് കുരിശിൽ നമ്മോടൊപ്പം സഹിക്കുന്ന ഒരു ഈശോയെയാണ്. തൻ്റെ അടുത്ത് നിന്ന കള്ളനോട് അവൻ പറഞ്ഞു, നീ ഇന്ന് ഈ നിമിഷം എന്നോടുകൂടെ പറുദീസയിലാണ്. ജീവിതകാലം മുഴുവനും പറുദീസകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തവർക്കാണ് കുരിശിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുക. ഒരു കുരിശും ക്ഷണികമല്ലെന്ന് ക്രിസ്തുവിന്റെ പാഠം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുരിശിന്റെ വഴിയിൽ നാം ആവർത്തിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെയുള്ള കുരിശിന്റെ വഴിയെക്കുറിച്ച്. പക്ഷേ അവന്റെ കുരിശിന്റെ വഴി അത്ര ഹ്രസ്വമല്ലായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാലിത്തൊഴുത്ത് മുതൽ കല്ലറ വരെ, കാലിത്തൊഴുത്ത് മുതൽ ഗാഗുൽത്ത വരെയായിരുന്നു അവന്റെ കുരിശിന്റെ വഴി. അതിന്റെ ദൈർഘ്യം 33 വർഷങ്ങളായിരുന്നു. സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ തുടങ്ങി. സാധാരണക്കാർ അർപ്പിക്കുന്ന 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ അവന് പകരമായി ബലിയർപ്പിച്ചു എന്ന് പറയുമ്പോൾ, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളും ഉണ്ടെന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഒത്തിരിയേറെ ഇടങ്ങളിൽ അവന് വിശന്നു ദാഹിച്ചു എന്ന് പറയുമ്പോൾ, അവൻ ആരാന്റെ കല്ലറയിൽ ഉറങ്ങി എന്ന് പറയുമ്പോൾ, അന്യന്റെ വിരുന്നശാലകളിൽ അത്താഴമുണ്ടു എന്ന് പറയുമ്പോൾ, അവന്റെ ജീവിതം മുഴുവനും ഒരു കുരിശിന്റെ വഴിയായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കുരിശ് അവന്റെ നിഴലായിരുന്നു. അവൻ പോകുന്ന എല്ലാ ഇടങ്ങളിലും കുരിശ് വിടാതെ അവനെ അനുഗമിക്കുന്നത് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും കുരിശ് നിഴലുപോലെ നമ്മെ പിന്തുടരണം. ആ കുരിശിനെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണം. ആ കുരിശിനെ ധ്യാനിക്കണം. അങ്ങനെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാവുന്ന കുരിശുകൾ നമ്മെ രക്ഷയിലേക്ക് നയിക്കില്ലെന്ന് അവന്റെ സഹനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിരുന്നു വരുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാൻ, ഒരു വർണ്ണമാല്യം പോലെ ക്രിസ്തു സഹനങ്ങളെ സ്വീകരിച്ചതുപോലെ സഹനങ്ങളെ സ്വീകരിക്കാനും കുരിശിൽ കിടന്നുകൊണ്ട് അവൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു. 2, എപ്രകാരമാണ് നാം ഈ ലോകത്തെ കടന്നു പോകേണ്ടത്? കുരിശിൽ കിടന്നുകൊണ്ട് അവൻ അവസാനം പറഞ്ഞ 2 വാക്കുകൾ എല്ലാം പൂർത്തിയായി എന്നും, പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നുമായിരുന്നല്ല. എല്ലാം തീർന്നു എന്നല്ല, എല്ലാം പൂർത്തിയായി എന്നാണ്. അത് പറയുന്നത് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. യഹൂദ പശ്ചാത്തലത്തിൽ അവിവാഹിതനായ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണം അതീവ ദാരുണമായ, നിരാശാജനകമായ ഒരു മരണമാണ്. അയാൾ ഒന്നും നേടിയിട്ടില്ല, ഒരു കുടുംബത്തെ, സന്തതി പരമ്പരകളെ, വസ്തുവകകളെ ഒന്നും. പക്ഷേ 33 വർഷം ഈ ഭൂമിയിലൂടെ കുരിശിന്റെ വഴിയിലൂടെ മാത്രം നടന്ന ഒരാൾ കുരിശിൽ വിളിച്ചു പറയുകയാണ്, എവരിതിങ് അക്കംപ്ലിഷ്ഡ്, എല്ലാം പൂർത്തിയായി. ഈ ഒരു നിർമ്മമത നമുക്ക് ലഭിക്കുന്നത് കുരിശിനെ ധ്യാനിച്ചുകൊണ്ടാണ്. ഒടുവിലായി അവൻ പറഞ്ഞു, പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. എന്തൊരു ഭാഗ്യമരണമാണത്! തന്നെ പരിഹസിച്ച മുഴുവൻ പേരെയും നോക്കി പുഞ്ചിരിച്ചു. തൻ്റെ കരങ്ങളിൽ ആണിയടിച്ചവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. കണ്ടുനിന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ചു. നീ എന്നെ ഓർക്കണേ എന്ന് പറഞ്ഞ കള്ളനോട് നീ നിന്നോടുകൂടെ പറുദീസയിലാണെന്ന് അവൻ ഉറപ്പുകൊടുത്തു. ഏകാകിയായി പോയ ശിഷ്യന് തൻ്റെ അമ്മയെ വിട്ടുകൊടുത്തു. തൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരു മകനെ കൊടുത്തു. ഒടുവിൽ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് കണ്ണടച്ചു. ഒരു സങ്കീർത്തനാലാപനത്തിൻ്റെ വിശുദ്ധിയിൽ അവൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇതിൽ പരം മഹനീയമായ, മഹത്തായ ഒരു മരണം, ഒരു യാത്ര പറച്ചിൽ ആർക്കാണ് മാതൃകയായി നൽകാനാവും? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ ഭൂമിയെ കടന്നു പോകാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. കുരിശിൽ അവൻ കാണിച്ചു തരുന്ന ഏറ്റവും മഹനീയമായ മാതൃക എപ്രകാരമാണ് ഈ ലോകത്തോട് നമ്മൾ യാത്ര പറയേണ്ടതെന്ന്. അത് ഒത്തിരിയേറെ നിരാശ നിറഞ്ഞ ഒരു വിലാപമോ വെല്ലുവിളികളോ ശാപങ്ങളോ ഒന്നുമല്ല. സങ്കീർത്തനം പോലെ, ഏറ്റവും സുന്ദരമായ ഒരു പ്രാർത്ഥന പോലെ, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മിടിയടക്കി, എല്ലാ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണം. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതകാലം മുഴുവൻ തൻ്റെ മനുഷ്യത്വം മുറിച്ചു വിളമ്പി കടന്നുപോയ എല്ലാ ഇടങ്ങളിലും ആളുകളെ ആശ്വസിപ്പിച്ചു. അവൻ പറഞ്ഞല്ലോ, ജായിറൂസിനോട് നിന്റെ മകൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്.
ശതാധിപനോട് അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് നിന്റെ മകനെ സുഖപ്പെടുത്തും. കുഷ്ഠരോഗിയോട് അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അന്ധന്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ കണ്ണുകൾ അവൻ തുറന്നു കൊടുത്തു. തളർവാദ രോഗിയോട് അവൻ ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്? കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും തൻ്റെ മനുഷ്യത്വത്തെ പങ്കുവെച്ചു കൊടുത്ത് അവൻ പറുദീസകളെ സൃഷ്ടിച്ചു. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി അന്യൻ്റെ വേദനകളിൽ പങ്കുചേരാൻ, അവരെ സന്ദർശിക്കാൻ അവൻ തിടുക്കം കാട്ടി. ഒടുവിൽ കുരിശിൽ തന്നെ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് എപ്രകാരമാണ് ഈ ലോകത്തോട് യാത്ര പറയേണ്ടതെന്ന് അവൻ കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ ഭൂമിയിലെ നമ്മുടെ ഈ കടന്നുപോകൽ, ഈ കൊച്ചി യാത്ര, അത് മനുഷ്യത്വം പങ്കുവയ്ക്കലിൻ്റെയും പറുദീസകളെ സൃഷ്ടിക്കുന്നതിൻ്റെയും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതിൻ്റെയും വേദികളായി മാറും. മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷത്തോടെ നാം സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ കുരിശ് രക്ഷയായി, ഉദ്ധാനമായിട്ട് മാറുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശിലേക്ക് നാം നോക്കുമ്പോൾ ക്രിസ്തു ചില മനുഷ്യരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. പീലാത്തോസ് ക്രിസ്തുവിനെ വലിച്ചു നീക്കി നിർത്തിയിട്ട് ജനക്കൂട്ടത്തോട് പറഞ്ഞല്ലോ, ഇതാ മനുഷ്യൻ. ആ വാക്കിന്ന് അവൻ നമ്മെ നോക്കി ആവർത്തിക്കും. കാരണം മുൾമുടി ചൂടിയ, ആരാൻ്റെ വസ്ത്രം ധരിച്ച, പരിഹാസത്തിൻ്റെ ഞാങ്ങണത്തുണ്ട് പിടിച്ച അനേകര് നമ്മുടെ മുൻപിലുണ്ട്. ഔഷ്വിറ്റ്സിലെ തണങ്കൽപ്പാളയത്തിൽ നിന്നും മോചിതനായ പ്രീമോ ലേവി എന്ന മനുഷ്യൻ ജർമ്മൻ പട്ടാളത്തിൻ്റെ സകല ക്രൂരതകളെയും അതിൻ്റെ ഉഗ്രതയിൽ ഏറ്റുവാങ്ങിയ ഒരു സാധു മനുഷ്യൻ മോചിതനാകുമ്പോൾ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിന് അയാൾ കൊടുക്കുന്ന തലക്കെട്ട് ഒരു സങ്കീർത്തനം പോലെ മനോഹരമാണ്. ദിസ് ഈസ് എ മാൻ. ഇതും ഒരു മനുഷ്യനാണ്. പീഡിപ്പിക്കുന്നവനും പീഡിപ്പിക്കപ്പെടുന്നവനും ഒരേ ജാതിയിൽപ്പെട്ടവർ, ഒരേ വായു ശ്വസിക്കുന്നവർ, ഒരേ ഭക്ഷണം പങ്കിടുന്നവർ, ഒരേ ഭൂമിയിലെ അന്തേവാസികൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന ജീവിതങ്ങളാവണം, സഹനങ്ങളെ ഏറ്റെടുക്കുന്ന ജീവിതങ്ങളാവണം. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ അവൻ ചൂണ്ടിക്കാണിച്ചു തരുന്ന മനുഷ്യരെ നമ്മുടെ സാന്നിധ്യങ്ങൾ കൊണ്ട്, നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട്, സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ആശ്വസിപ്പിക്കാൻ, അവർക്ക് പറുദീസകൾ വാഗ്ദാനം ചെയ്യാനുള്ള, പറുദീസകൾ ഉറപ്പ് നൽകാനുള്ള ദിവസങ്ങളായി ഓരോ ദിനവും രൂപാന്തരപ്പെടണം. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക, ക്രൂശിതനായ കർത്താവെ, അങ്ങേ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണം. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സന്തോഷവെള്ളി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആശംസിക്കുന്നു. ക്രൂശിതനായ മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.